നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു നമ്മൾ സങ്കടപ്പെട്ട് ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്ന റീൽസ് കാണുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ വേണമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും മോട്ടിവേഷൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണുക. ആ സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ ഇപ്പം ഞാൻ നന്നാവാം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഈ ഒരു മൈൻഡായിരിക്കും. സഡൻ മോട്ടിവേഷൻ എന്ന് പറയും. ആ ഒരു സഡൻ മോട്ടിവേഷൻ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമലാവും. നമ്മൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കും. ഈ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മോട്ടിവേഷൻ പിന്നെ എന്താ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്? പണ്ടൊരു എഴുത്തുകാരൻ എഴുതി, മോട്ടിവേഷനും കുളിയും ഒരുപോലെയാണെന്ന്. കാര്യം രണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മോട്ടിവേഷൻ പൊതുവെ ഷോർട്ട് ലീവ്ഡ് ആണ്. ഇപ്പം നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് കേട്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കുക. അപ്പം നമ്മൾ ഈ ചില മോട്ടിവേഷണൽ സ്പീച്ചസും അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ്, നമുക്കൊരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ എടുത്ത് കാണും. അപ്പം പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് അത് സാധിക്കും, യു ആർ അൺബിലീവബിൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം നമുക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ യു ഫോൾ ബാക്ക്, പഴയ ട്രാക്കിലേക്ക് തന്നെ പോകും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർ നമ്മളെ കാണിക്കുന്നത് എൻ പ്രൊഡക്റ്റാണ്. യു ആർ അൺബിലീവബിൾ എന്ന് പറയുന്നത്, ഇപ്പം ബീങ് അൺബിലീവബിൾ ഈസ് ദ എൻ പ്രൊഡക്റ്റ് ഓഫ് സംതിങ്. അതായത് നമ്മളൊരു വ്യക്തി എപ്പോഴാണ് സക്സസ്ഫുൾ ആണെന്ന് പറയാം. ഒരു വ്യക്തിക്ക് ഒരു വീടും ഒരു കാറും ഒരു ജോലിയൊക്കെ ആ വ്യക്തി നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയും. നമ്മളെപ്പോഴും ആ വ്യക്തിയെ അനുകരിക്കാൻ നോക്കും. ഐ വാണ്ട് ടു ബി ലൈക്ക് ഹിം. പക്ഷെ ആ വ്യക്തി എങ്ങനെ സക്സസ്ഫുൾ ആയി എന്നൊരു ഒരു പ്രോസസ്സുണ്ട് അവിടെ. അപ്പം ആ പ്രോസസ്സിലാണ് ട്രിക്കുകൾ മൊത്തം കിടക്കുക. മനസ്സിലായി? അപ്പം ആ വ്യക്തി ആ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു ജോലി വാങ്ങാനോ അല്ലെങ്കിൽ ലൈഫിൽ സൂപ്പർ സക്സസ്ഫുൾ ആകാൻ വർഷങ്ങളുടെ എഫേർട്ടും ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് കാണാതെ വി ഓൾവേസ് ലുക്ക് അറ്റ് ദ എൻഡ് പ്രൊഡക്റ്റ്. ഇപ്പം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇറ്റ് ഈസ് പോസിബിൾ, യു ആർ അൺബിലീവബിൾ എന്ന് കാണുമ്പം സമ്മതിച്ചു, ഐ ആം അൺബിലീവബിൾ, ബട്ട് ഹൗ ഡു ഐ റീച്ച് ദാറ്റ് പോയിന്റ്? ഹൗ ഡു ഐ ബിക്കം അൺബിലീവബിൾ? ആ പ്രോസസ്സ് അവർ പറയുന്നില്ലല്ലോ.